Praise the Lord. Thank you, Brother Ben. God bless you. प्यारे बेन, परमेश्वर आपको अनुग्रह और सहाय दे. ഈ പ്രഭാത യോഗത്തെ സംബന്ധിക്കുന്നതായ എല്ലാ ദേവദാസന്മാരെയും ദാസന്മാരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. सुबह ही वक्त ये प्लेटफॉर्म में आए उपस्थित है सारे परमेश्वर की दास दासियों मृदी मैं मसीह को धन्यवाद देता हूँ. സാധാരണഗതിയിൽ ഒരു ദൈവവേലയും ചെയ്യാതെ വീട്ടുകാര്യങ്ങളും നോക്കി ഭർത്താവിൻ്റെയും കുഞ്ഞുങ്ങളുടെയും കാര്യങ്ങൾ നോക്കി അങ്ങനെ ഇരിക്കുന്ന ആളുകളെയും ഒരു ഭംഗി വാക്കെന്നുള്ള നിലയിൽ അവരെയും ദൈവത്തിന്റെ ദാസൻ എന്നൊക്കെ പറയാറുണ്ട്. और ऐसे बातचीत होते हैं, कुछ भी काम नहीं करते हैं परमेश्वर की सेवकाई में, अपने पत्नी पुत्रों पुत्रियों को संभाल कर अपने घर में बैठने वाले लोगों को भी और परमेश्वर की दासी ऐसे नाम पुकारते जाते हैं. ഞാൻ പലപ്പോഴും അങ്ങനെയുള്ളതായ അഭിസംബോധന കാണുമ്പോൾ ചിന്തിക്കാറുണ്ട്, അവരൊന്നും ചെയ്യുന്നില്ലല്ലോ, എന്നാലും അവരെയും കർത്താവിന്റെ ദാസൻ കർത്താവിന്റെ ദാസി എന്നൊക്കെയാണല്ലോ പറയുന്നത്. परमेश्वर के दास ऐसे प्रकार की सोच विचार किया था, कुछ भी परमेश्वर की सेवकाई के लिए नहीं करते हैं, वो लोग को भी परमेश्वर की दासी नाम पुकारते जाते हैं. അപ്പോ ക്രിസ്തുവിന്റെ നാമം ധരിച്ചിട്ടുള്ളതായ എല്ലാ വ്യക്തികളും ക്രിസ്തുവിനെ സേവിക്കുന്നവരായി തീരണം എന്നത്രേ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. हमारा आग्रह यू है, मसीह में जितने लोग विश्वास किया इतनों ने मसीह का सेवकाई में आगे बढ़ना आवश्यकता है. അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കാം അങ്ങനെ അഭിസംബോധന ചെയ്യുന്നത്. शायद हो उनको उत्साहित करने के लिए ऐसे बात करता होगा. എന്നാൽ ഈ പ്ലാറ്റ്ഫോമിലുള്ളതായ എല്ലാ വ്യക്തികളും ദൈവവേലയിൽ പങ്കാളികളായിരിക്കുന്നു എന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ये प्लेटफॉर्म में जितनों ने आगे आते हैं सब परमेश्वर की सेवकाई में इतनी आग्रह के साथ आने वाले हैं, इसी कारण में मैं मसीह को धन्यवाद देता हूँ. ക്രിസ്തീയ ജീവിതത്തിലെ നിരവധിയായിട്ടുള്ളതായ വെല്ലുവിളികളെ, പ്രതികൂലങ്ങളെ, ശോധനകളെ നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. मसीह की काम कार्यों में कई प्रकार की प्रश्नों से और गड़बड़ से आगे बढ़ते हैं, हम देखते हैं. ഒരുപക്ഷെ ശാരീരികമായിട്ടുള്ളതായ ഒരു രോഗമായിരിക്കാം നമ്മെ അലട്ടുന്നത്. शायद हो शारीरिक दुख हम सहजते होगा. മറ്റ് നിരവധി പ്രശ്നങ്ങളെയും നാം അഭിമുഖീകരിക്കുന്നുണ്ട്. कई प्रकार के प्रश्नों से हम गुजरना पड़ता है. ചില ആളുകളുടെ വിവാഹത്തിലെ നിരവധി പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്നു. कई लोगों का विवाह शादी होते हैं, उसके बाद में कई प्रकार की प्रश्न और उनकी ओर आते हैं. പ്രശ്നത്തിന് പരിഹാരമില്ലാത്തതായ അവസ്ഥയിലെ അങ്ങനെ നീണ്ടുപോകുന്നതായ ജീവിതങ്ങളെയും നമുക്ക് കാണുവാൻ കഴിയും. और जो प्रश्न होते हैं वो प्रश्न में कुछ परिहार नहीं है, इसी प्रकार जाने वाला भी है. ചിലരെ അലട്ടുന്നത് അവർക്ക് ജയിക്കുവാൻ കഴിയാത്തതായ ചില പാപ സ്വഭാവങ്ങളായിരിക്കാം. कई लोगों को और पारिवारिक जीवन अच्छे रीति पर आगे होने के लिए उनका पाप की जो गड्ढा उनका सामने है, इसी कारण में होता है. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ നാം ഒരു നാളും നിരാശപ്പെട്ടു പോകരുത്. मसीह में हमारा भरोसा विश्वास रहता है, जो लोग निराशा ना हो जाए. കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളെ പ്രത്യാശയോടുകൂടി വിശ്വാസത്തിൽ നിലനിർത്തുവാൻ കഴിയും. हमारा मसीह का जीवन में जिंदगी में हम कई प्रकार की आशा के साथ आगे बढ़ना आवश्यकता है. ദൈവമക്കൾ നിരാശപ്പെട്ടു പോകരുത്, കാരണം നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തു ജീവിക്കുന്നു. हम कभी भी निराशा ना हो, कारण हमारा मसीह जिंदा है. കർത്താവ് യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്നുണ്ട്, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. मसीह का विश्वास में हम रहते हैं, फलदायक फल हमारे में उत्पन्न होता है.
എന്തെല്ലാം പ്രതിസന്ധികളെ നമുക്ക് നേരിടേണ്ടി വന്നാലും നാം ഒരു നാളും നിരാശരായി പോകരുത്, നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. जितना कुछ भी हो, हमारा जीवन में मुसीबत की बात आएगा तो भी अटल रहना, स्थिर रहना. ചില സാഹചര്യങ്ങൾ നമ്മെ വലിയ സമ്മർദ്ദത്തിലാക്കാറുണ്ട്. അല്പം പോലും നമുക്ക് നിവർന്നു നിൽക്കുവാൻ കഴിയാത്തതായ സാഹചര്യങ്ങൾ. कई बात, कई काम कार्य हमें थका देता है, हमें इतनी पीड़ित करते हैं, वो हम उसमें से गुजर नहीं पड़ते हैं. ചില കഷ്ടതകള് വളരെ വളരെ നാൾ നീണ്ടു നിൽക്കുന്നതും ചിലപ്പോൾ അത് ജീവിതകാലം മുഴുവനും നിലനിൽക്കുന്നതും ആയിരിക്കാം. कई क्लेश संकट अनंत काल तक ऐसे जीवन बिताते हैं, कई प्रश्नों को तुरंत जवाब दिया देता है. യാക്കോബ് വിലപിച്ചു, എൻ്റെ ജീവിതത്തിന്റെ നാളുകളെല്ലാം തന്നെ ഇങ്ങനെ ഇനി ഒരു നാളും ഒരു വിടുതൽ ഉണ്ടാവുകയില്ല എന്ന്. याकूब ने ऐसे प्रकार के विलाप किया, मेरा जिंदगी सुधरेगा नहीं. എല്ലാം എനിക്ക് പ്രതികൂലമായിരിക്കുന്നു എന്ന് ആ പിതാവ് വിലപിച്ചു. हर समय सब कुछ चारों तरफ मेरा विरोध में लड़ते हैं. നാമും ചിന്തിക്കാറുണ്ട്, പിതാവേ ഈ കഷ്ടതകൾ എന്ന് അവസാനിക്കും. हम भी चिंता कल्पना करता है, हे पिता, हमारा संकट, हमारा कष्ट, हमारा शोक हमारे में से कभी निकल जाएंगे. ജീവിതത്തിൽ ചില സാഹചര്യങ്ങളെ നേരിടുമ്പോൾ നാം മാനസികമായിട്ട് അത് ഡിപ്രസ്ഡ് ആയി പോകാറുണ്ട്. कई प्रश्न हमारे में होते हैं, तब हमारा मन, हमारा विचार सब टूट जाते हैं. ദാവീദ് ചോദിക്കുന്നു, കർത്താവേ നീ എന്നെ മറന്നുവോ എന്ന്. दावीद ने ऐसे प्रकार पूछताछ करते हैं, हे होवा, तूने मुझे भूलेगा. അതുപോലെ ഉള്ളതായ നിരവധി സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നതായ ഒരു വ്യക്തി അത്രേ അപ്പോസ്തലനായ പൗലോസ്. कई प्रकार के प्रश्नों आगे देखा है, ऐसा एक गंभीर हाल से गया प्रेरित पौलुस. അദ്ദേഹം കൊരിന്തിലെ വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്നത് നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത് എന്നത്രേ. और यो पौलुस ने कोरिन्थियों के विश्वासियों से कहने लगा, तुम्हारा मन व्याकुल ना हो. ഇന്ന് നാം ചിന്തിക്കുന്നത് നമുക്ക് എങ്ങനെ നിരാശയില്ലാതെ ജീവിക്കുവാൻ കഴിയും എന്നത്രേ. हम यहाँ पर आज सोच समझते हैं, निराशा बिना, निराशा सिवा कैसा रह सकते हैं, इसके बारे में हम विचार करेंगे. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം, दूसरा कोरिन्थियों की पत्री 4 अध्याय में 16, 17, 18 വാക്യങ്ങൾ और 16, 17, 18 पद में हम देखे. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകരം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ആ വാക്യം ഒന്നുകൂടെ പറഞ്ഞേ. 16, 17, 18. होगा. यहाँ पर ये हम पाया जाता है, इसलिए ये हियाव नहीं छोड़ते. इसके अर्थ दूसरा कोरिन्थियों की पत्री 4 अध्याय की 16वां पद में ये पाया जाता है, यद्यपि हमारा बाहरी मनुष्यत्व नष्ट होता जाता है तो भी हमारा भीतरी मनुष्यत्व दिनम प्रतिदिन नया होता जाता है, क्योंकि हमारा फल पर का हल्का साक्लेश हमारे लिए बहुत ही महत्वपूर्ण और आनंदित महिमा उत्पन्न करता जाता है. പൗലോസ് ഇവിടെ കൊരിന്ത്യയിലെ വിശ്വാസികളെ ഉത്സാഹിപ്പിക്കുക എത്ര ചെയ്യുന്നത്, കഠിന ശോധനകളുടെ മധ്യേ, പ്രതികൂലങ്ങളുടെ മധ്യേ, കഷ്ടതയുടെ നടുവിലും വിശ്വാസം കാത്ത് സംരക്ഷിച്ചുകൊണ്ട് സഹിഷ്ണുതയോടുകൂടി ആയിരിക്കുവാൻ.
ये ऐसे प्रकार के प्रश्न शोह के बीच में रहने वाले, दुख भरी जाने वाले विश्वासियों को प्रेरित पौलुस हियाब बांधने के लिए और बताता है, और तुम्हारा नागरिक मनुष्य नष्ट होएगा, आंतरिक मनुष्य उत्साह से भरे, ये बात दिया देता है। വിശ്വാസികളുടെ ജീവിതത്തിൽ ചിലപ്പോഴുണ്ടാകുന്നതായ അപമാനം അല്ലെങ്കിൽ കഷ്ടവും നഷ്ടവും ഒക്കെ ഓർക്കുമ്പോൾ അവർ വിശ്വാസ ത്യാഗം ചെയ്യുന്നതിന് പോലും തയ്യാറാകാറുണ്ട്. विश्वासियों जीवन में इसको आमने सामने नहीं कर सकते हैं, इतने प्रश्नों से आगे जाते हैं, उस समय उनके सोच विचार आत्महत्या अच्छा है, ये चिंता करते हैं। അതുകൊണ്ട് പൗലോസ് ഇവിടെ നമ്മെ ഉത്സാഹിപ്പിക്കുന്നത് നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, വിശ്വാസത്തിൽ നിലനിൽക്കുവാനത്രേ. प्रेरित पौलुस ऐसी बातों की जवाब देते हैं, प्रश्न आता है तुम्हारा मन व्याकुल ना हो, उसको आगे बढ़े विश्वास में। നമ്മെ കരുതുന്നതായ കർത്താവ് യേശുക്രിസ്തുവുള്ളതായ വിശ്വാസത്തിൽ നിന്നും നാം പിന്മാറരുത് എന്നത്രേ അദ്ദേഹത്തിന് പറയുവാനുള്ളത്. हमारे लिए ध्यान रखते हैं वो मसीह की विश्वास में अटल रहे, स्थिर रहे, मसीह के लिए जिए, आगे बढ़े. നമ്മെ പരിപാലിക്കുന്നതായ ജീവപര്യന്തം നമ്മെ കാത്തു സൂക്ഷിക്കുന്നവനായ കർത്താവ് അവന്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് നാം നിരാശപ്പെട്ടു പോകേണ്ടതില്ല. हमारा जिंदगी में ये बात समझ ले तो हमारा जीवन की निराशा के समय भी हमारा मसीह हमें हाथ मिलाएंगे, आगे बढ़ने देता है. ചില ആളുകൾ ദുഃഖത്തിലും ഭാരത്തിലുമായിരിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ടവരുമായുള്ളതായ ആ ബന്ധം അത് കാത്തു സൂക്ഷിക്കുവാൻ കഴിയാതെ വരുന്നത് കൊണ്ടത്രേ. हमारा जिंदगी के विश्वास योग्य रहते हुए समय विनाश के गड्ढे में से हम वो उद्धार देने के लिए, छुटकारा देने के लिए मसीह के काम, ശക്തി സാമർത്ഥ്യ हमारा साथ भी साथ रहते हैं. ജീവിതത്തിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതായ അനർത്ഥങ്ങളെ ഓർത്തായിരിക്കും ചിലർ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. बीते समयों में हमारा जीवन में कुछ क्लेश संकट आया, उसके बारे में सोच विचार करते जाते हैं विश्वासियों की कई जीवन. ചിലർ അധൈര്യപ്പെട്ടു പോകുന്നത് ചുറ്റുപാടുമുള്ളതായ സാഹചര്യങ്ങളിൽ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അത്രേ. कई लोगों को मन की जो मसीह में से भरोसा रखा उसमें से और टूट फूट जाते हैं आजू बाजू वाले के निंदा के बारे में. പൗലോസ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് താൻ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, തന്റെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു എന്നത്രേ. प्रेरित पौलुस ने ये बात चेतावनी देता है, मैं जितना भी हो प्रश्न से आगे बढ़ते हैं, लेकिन मेरा भरोसा, मेरा आश्रय हमारा मसीह पर है. ഇവിടെ പൗലോസ് പറയുന്നത് ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. प्रेरित पौलुस ने ये बात दिया देता है, हम हिम्मत पाकर हियाब बांध कर आगे बढ़ते हैं. പൗലോസിന്റെ ജീവിതത്തിൽ തനിക്ക് നേരിടേണ്ടി വന്നതായ സംഭവ ബഹുലമായിട്ടുള്ളതായ നിരാശ നിറഞ്ഞതായ അനവധി സന്ദർഭങ്ങൾ നമുക്കറിയാമല്ലോ. प्रेरित पौलुस की जिंदगी में बहुत सारे प्रश्नों देखते हुए आगे बढ़ने का अवसर दिया था. തന്റെ ഹൃദയം കലങ്ങിപ്പോകുന്നില്ല, താൻ കർത്താവിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് താൻ ഇവിടെ ഒരു പ്രഖ്യാപനം നടത്തുകയത്ര ചെയ്യുന്നത് എന്താണ്? ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. प्रेरित पौलुस ने हिम्मत से कहते हैं, हम हियाब बांधकर हमारा विश्वास नहीं छोड़ देते हैं. താൻ അധൈര്യപ്പെടുന്നില്ല എന്ന് പറയുന്നത് താൻ അഭിമുഖീകരിക്കുന്നതായ ആ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് അത്രേ പറയുന്നത്. जो प्रश्नों को उन्होंने देखते हैं, जो प्रश्न के बीच में पैर रखकर उन्होंने हियाब बांध कर आगे बढ़ते हैं. മാനുഷികമായിട്ട് സഹിക്കുന്നതിന് അപ്പുറമായിട്ടുള്ളതായ പ്രതിസന്ധികൾ അത്രേ തനിക്ക് നേരിടേണ്ടി വന്നത്.
उनके भीतर मनुष्यत्व दिन प्रतिदिन नया होने के लिए उन्होंने ये प्रश्नों को देखता नहीं है। പലപ്പോഴും താൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു പുറത്ത് പോകുന്നതിന് ഒരു വഴിയുമില്ലാതിരുന്ന സന്ദർഭങ്ങളിലും താൻ അത് ധൈര്യത്തോടുകൂടി വിശ്വാസത്തിൽ തന്നെ നിലനിൽക്കുക ചെയ്യുന്നത്. कई समय प्रेरित पौलुस ने बंदीगृह में बांधा हुआ, बाहर जाने के लिए, छुटकारे के लिए कोई रास्ता नहीं, फिर भी वहां पर इतनी हिम्मत से विश्वास पकड़ कर रखा है. താൻ അനുഭവിക്കേണ്ടതായ പീഡനങ്ങൾ, സുവിശേഷ നിമിത്തം തനിക്ക് നേരിടേണ്ടി വന്നതായ ശാരീരികമായിട്ടുള്ളതായ പീഡനങ്ങള്, അതൊന്നും തന്നെ നശിപ്പിക്കുവാൻ കഴിയത്തില്ല എന്നത്രേ പൗലോസ് പറയുന്നത്. पौलुस ने ये विश्वास रखा है, उनका जिंदगी में शारीरिक तौर पर आते हैं वो पीड़ाओं से, और पीछे जाने के लिए उनको मन नहीं दिया है. ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൻ്റെതായ പ്രഖ്യാപനം ഇങ്ങനെ തന്നെയായിരിക്കണം. നമ്മുടെ മുഖം വാടിപ്പോകരുത്, ദുഃഖിക്കരുത്. एक एक प्रत्येक विश्वासियों का मन में ये चेतावनी होना, हिम्मत होना, हम इतना परीक्षा में जाएगा तो भी हम पीछे हटेगा नहीं. ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല, ഞങ്ങൾ നിരാശപ്പെട്ടു പോകുന്നില്ല, ഞങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകുന്നില്ല എന്ന് പറയുന്നതായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടുകയത്രേ ചെയ്യുന്നത്. हम पीछे हटेगा नहीं, हम पीछे मोड़ेगा नहीं, हिम्मत वाएंगे, और हमारा बाहरी मनुष्यत्व नष्ट होएगा तो भी हमारा भीतरी आत्मा जागते हैं. ഒരു പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളായിരിക്കും നാം അഭിമുഖീകരിക്കുന്നത്. शायद हो कुछ परिहार नहीं है, ऐसा प्रश्नों में गुजरते हैं. എന്നാൽ നാം ഒരു ദൈവ പൈതൽ ആയിരിക്കുന്നത് കൊണ്ട് നാം ക്രിസ്തുവിനുള്ളതായ വിശ്വാസം ത്യജിക്കുവാൻ പാടില്ല. हम मसीह की संतान है, इसी कारण में विश्वास योग्य रहना हमारा फर्ज है, कर्तव्य है. നാം ഇന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ഒരു വിശ്വാസി നിരാശപ്പെട്ടു പോകുവാൻ പാടില്ല എന്നത്രേ. हम आज के दिन हम विचार करता है, मसीह में अटल रहने वाला एक व्यक्ति पीछे क्यों नहीं हटते हैं. നമുക്ക് നാം വിശ്വസിക്കുന്നത് സർവശക്തനായ ദൈവത്തിൽ അത്രേ. हम विश्वास करते हैं സർവശക്തിമാൻ പരമേശ്വർ पर है. മണ്ണിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നന്മയ്ക്കായിട്ട് സകലവും മുഖാന്തരമാക്കുന്നതായി ദൈവത്തെ അത്രേ. और हमारा मसीह के कामगारियों में जीवन बिताते हैं, विधान और हमारा भरोसा मसीह पर रखे. അദ്ദേഹം പറയുന്നത് നാൾക്കുനാൾ നമ്മുടെ പുറമേയുള്ളതായ മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നത്രേ. और प्रेरित पौलुस ने ये वचन दिया है तो भी हमारा भीतरी मनुष्यत्व दिनम प्रतिदिन और नष्ट हो जाते हैं. ഇവിടെ പുറമേയുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ നാം കുഴിച്ചു മൂടിയതായ ഓൾഡ് മാൻ, പഴയ മനുഷ്യനെ അല്ല. और हम देखते हैं, हम विश्वास में आने के पहले हमारा शारीरिक अभिलाषाओं में गया, वो बात के बारे में नहीं है. അതെ, ഇവിടെ പുറമേയുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് പലതരത്തിലുള്ളതായ അത് ശാരീരികമായിട്ടുള്ള ബലഹീനതകള്, രോഗങ്ങള്, പീഡനങ്ങളൊക്കെ സഹിക്കേണ്ടി വരുന്നതായ അത് ബാഹ്യ മനുഷ്യനെ അത്രേ. और इधर बाहर की मनुष्यत्व के बारे में बताया है, शायद बीमार की हाल हो और कई प्रकार के प्रश्न आते हैं, उसके बारे में होगा. പുറമേയുള്ള മനുഷ്യൻ ശക്തിയെ ക്ഷയിക്കുന്നത് പ്രായാധിക്യം കൊണ്ടായിരിക്കാം. बाहरी मनुष्यत्व नष्ट होता है, शायद हमारा उम्र आगे बढ़ते हैं. ചിലപ്പോൾ ശക്തി ബലഹീനതകൾ ഉണ്ടാകും. और हमारा सामर्थ्य कमजोर हो जाते हैं. അസഹനീയമായിട്ടുള്ളതായ പീഡനങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ടായിരിക്കാം. और शरीर में सहज नहीं सकते हैं, ऐसे प्रकार की पीड़ा हमारे में आते हैं, उसके बारे में होगा. ഈ ജഡത്തെ കുറിച്ച് പറയുന്നത് അത് പുല്ലുപോലെ ആയിരിക്കും, പുല്ലുപോലെ അത്രയും ക്ഷണികമായിട്ടുള്ള ഒന്നത്രേ ബൈബിൾ പഠിപ്പിക്കുന്നത്.
मनुष्य की आयु के बारे में हमारा बाइबल इतिहास यही रहता है, और हमारा जिंदगी आयु खास की नहीं है। അത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ പുറമേയുള്ള മനുഷ്യൻ നശിച്ചുകൊണ്ടേയിരിക്കുന്നു. एक विश्वासी की बाहरिक मनुष्यत्व नाश होते रहते हैं। എന്നാൽ നമ്മുടെ ഉള്ളിൽ ഒരു ആന്തരിക മനുഷ്യനുണ്ട്. ये बाहरिक नष्ट होता है, लेकिन हमारा भीतरी मनुष्यत्व दिनम प्रतिदिन नया होता जाता है। പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചു. पवित्र आत्मा हमारा हृदय के अंदर भीतर, ये मनुष्यत्व के भीतर ये काम शुरू किया जाता है। നമ്മുടെ ആത്മാവും പരിശുദ്ധാത്മാവും കൂടി ചേരുമ്പോൾ അകത്ത് ഉണ്ടാകുന്നതായ ആ മനുഷ്യനെ അത്രേ അകത്തെ മനുഷ്യൻ, ഇന്നർ മാൻ എന്ന് പറയുന്നത്. और हमारा शरीर में आत्मा है और मसीह की प्रतिज्ञा की आत्मा है, दोनों कार्य करेगा। वो कार्य करने में फेर फर्क होता है, ये भीतरिक मनुष्यत्व। അതുകൊണ്ടത്രേ പൗലോസ് ഇവിടെ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത്, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. प्रेरित पौलुस ने यही बात चेतावनी देता है, हमारा बाहरिक मनुष्य दुर्बल हो जाता है, नष्ट हो जाता है, लेकिन हमारा आंतरिक आत्मा जीवन पाते आते हैं। അതുകൊണ്ടത്രേ കഷ്ടങ്ങളിലും നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നത്. इसी कारण में कष्ट नष्ट शोक में हम आनंद मगन होते हैं। അതെ, അനവധി കഷ്ടങ്ങൾ നമ്മൾ അനുഭവിച്ചവരാണ്. അതെല്ലാം നമ്മെ വിട്ട് മാറിപ്പോയി. बहुत सारे कष्ट से हम आगे बढ़ना पड़ता है, वहां पर भी प्रभु ने हमें हाथ मिलाता है। ഇന്ന് നാം അനുഭവിക്കുന്നതായ ആ കഷ്ടങ്ങളും അത് നമ്മെ വിട്ട് മാറിപ്പോവാൻ പോവുകയത്ര ചെയ്യുന്നത്. आज हम गुजरना पड़ते हैं, सहजना पड़ते हैं, वो कष्ट हमारे में से हट जाते हैं। അത് സ്ഥിരമായിട്ട് ഈ കഷ്ടങ്ങൾക്ക് നമ്മെ വേദനിപ്പിക്കുവാൻ കഴിയത്തില്ല. ये हमारा नागरिक मनुष्य के शरीर में आते हैं, वो कष्ट दुख वो निरंतर हमारे में भी रहेगा नहीं, हमें सिर झुकाने अवसर देता नहीं। ഇന്ന് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നവും നമ്മെ വിട്ട് മാറുവാൻ പോവുകയത്രേ ചെയ്യുന്നത്. आज्ञा देता है, यही प्रश्न भी हमारा शरीर में से हट जाते हैं। അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിൽ അനുഭവിച്ചതായ കഷ്ടനഷ്ടങ്ങളെ കുറിച്ച്, ചോദനകളെ കുറിച്ച് ഈ കൊരിന്ത്യ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. और कोरिन्थियों के पत्र 11वां अध्याय में पौलुस ने जितना शरीर में पीड़ित हुई, इतना वेदना सहजना पड़ा, इत्यादि बात 11वां अध्याय में दिया गया है। അവിടെ പറയുന്നത്, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു. അതിന്റെ വാക്യം ഒന്ന് പറഞ്ഞേ. 23 മുതലുള്ളതായ വാക്യങ്ങളാണ്. दूसरा कोरिन्थी 11वां अध्याय 23वां पद से लेकर यही दिया है, क्या वे ही मसीह के क्लेश है, मैं पागल के समान कहता हूं। ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. मैं उससे बढ़कर हूं, अधिक परिश्रम करने में, बार बार खेदा होने में, खोड़े खाने में, बार बार मृत्यु के जोखिमों में। സുവിശേഷത്തിന്റെ പേരിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്നതായ യാതനകളെ കുറിച്ച്, കൊടിയ പീഡനങ്ങളെ കുറിച്ച് അത്രേ താൻ ഇവിടെ വിവരിക്കുന്നത്. सुसमाचार के कारण उनका शरीर में कितना पीड़ा आया, उसके बारे में वर्णन करते हैं। താൻ 39 അടി വീതം 5 പ്രാവശ്യം കൊണ്ടു. 39 और घोड़ा खाने के लिए 5 बार घोड़ा खाया है। 3 വട്ടം കോലിനാൽ അടി കൊണ്ടു. जो दंड दिया है वो डांडी से 3 बार उन्होंने मार खाया है.
ഒരു നാൾ കല്ലേറ് കൊണ്ടു. एक बार पत्रवाह किया, 3 പ്രാവശ്യം കപ്പൽ ഛേദത്തിൽപ്പെട്ടു. 3 बार और जहाज से उन्होंने और मृत्यु तक आया. അടുത്ത കാലത്ത് കേരള തീരത്ത് വന്നതായ ഒരു കപ്പൽ അത് തകർന്നുപോയി. हमारा केरला के समुद्र के किनारे में एक जहाज आया और टूट फूट गया. അതിലുള്ളതായ തകർന്ന കപ്പലിലുണ്ടായിരുന്നതായ കണ്ടെയ്നറുകൾ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ളതായ സമുദ്ര തീരത്ത് കൂടി ഒഴുകി നടക്കുന്നു. जो 50 कंटेनर वो जहाज में थे वो एर्नाकुलम से तिरुवनंतपुरम तक किनारे पर पहुंचा है. താൻ ഒരിക്കൽ കപ്പൽ ഛേദത്തിൽ പെട്ടപ്പോൾ ഇതുപോലുള്ള അനുഭവം ഉണ്ടായി. താൻ കപ്പലിന്റെ അടർന്നു വീണതായ പലകയിൽ പിടിച്ചുകൊണ്ട് അത്രേ 3 നാൾ കടലിൽ നിന്നത്. उन्होंने ऐसी और बनाकर ले गया समुद्र में. उनका जहाज टूट गया, उनका पार्टियों में पकड़कर 3 दिन और समुद्र के अंदर जीवन बिताया. തന്നെ കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി മേലെ ഉദ്യോഗസ്ഥന്മാര് കേസിന്റെ രേഖകളുമായിട്ട് ആ കപ്പലിൽ സഞ്ചരിച്ചു. അവരും എല്ലാം വെള്ളത്തിൽ വീണു. और उनका केस है उनका ऊपर, जो और हाकिमों ने उनको वो पकड़ कर वो लोग भी समुद्र के अंदर गिर गया. അദ്ദേഹം നദികളിലൂടെ വെള്ളത്തിലൂടെ കടന്നുപോയി. വെള്ളം അദ്ദേഹത്തെ മുക്കിക്കളഞ്ഞില്ല. नदी में और समुद्र में पार किया, यात्रा किया, पानी उनको डुबाया नहीं. അതികഠിനമായ തണുപ്പുള്ള സമയത്ത് ഒന്ന് ചൂട് കൊള്ളുന്നതിന് വേണ്ടി തീ കൂട്ടിയപ്പോൾ അതിന്റെ മുമ്പിൽ അദ്ദേഹം അവിടെ പോയിരുന്നു. और वहां पर इतनी ठंडीपन है, ठंडा है, शरीर में इतना ठंडापन आया और आग जलाकर दौड़ा आश्वासन के लिए वहां पर बैठा, लेकिन वहां पर बड़ा घटना हो गया. അപ്പോഴുണ്ട് ഒരു അണലി തന്റെ മേൽ കയറി. ये दौड़ा सा सुख के लिए वहां पर बैठा, तब एक सांप ने उनका उंगली पर काटा. അണലിയെ തന്നെ കടിക്കുവാൻ, തന്നെ ഉപദ്രവിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ये सांप ने उनको काटने के लिए यहोवा ने अनुमति नहीं दी. അത് കാരണം പൗലോസിനെ കൊണ്ട് വളരെയധികം ജോലി ചെയ്തു തീർക്കുവാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് അകാല ചരമം അനുവദിക്കുവാൻ ദൈവം തയ്യാറായില്ല. और प्रेरित पौलुस की तरह और सेवकाई बहुत बाकी है. इसी कारण में मृत्यु के लिए प्रभु ने, मसीह ने उनको दिया नहीं है. താൻ വെള്ളത്തിലും തീയിലും കൂടി കടന്നുപോയി. അതൊന്നും തനിക്ക് ഒരു ദോഷവും വരുത്തിയില്ല. पानी में और आग में गुजरना पड़ा, लेकिन पानी या आग उनको दोष नहीं किया. ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യം താൻ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. एक बार नहीं, 3 बार ऐसी जहाज में अनर्थ हुई. താൻ ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. एक दिन रात्र पानी में रहने दिया. എനിക്ക് അഭിമുഖീകരിക്കേണ്ടുന്നത് നദികളിലെ ആപത്ത്, കള്ളന്മാരുടെ ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്. और नदी में विपत्ति आ गया, झूठे वाले होंगे, हाथ में फंस गया, कई प्रकार की क्लेश सहजना पड़ा. യഹൂദന്മാരാലുള്ളതായ ആക്രമണം, ജാതികളാലുള്ള ആക്രമണം, ഇതൊക്കെയും തനിക്ക് നേരിടേണ്ടി വന്നു. यहूदियों की तरह और अन्य जातियों की तरह उन्होंने बहुत सारे कष्ट सहजना पड़ा. എല്ലാറ്റിലും ഉപരിയായിട്ട് കള്ള ദൈവദാസന്മാരാലുള്ളതായ ഉപദ്രവവും തനിക്ക് നേരിടേണ്ടി വന്നു. और इस तरह भी नहीं, इससे भी अधिक उन्होंने इतना शोक आया और झूठे सेवकाई वालों ने इनकी तरफ से തനിക്ക് ശരിയായ രീതിയിൽ പലപ്പോഴും ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. ശാരീരികമായ ക്ഷീണവും ദാഹവും വിശപ്പും തനിക്ക് അനുഭവിക്കേണ്ടി വന്നു. और उनका सही रीति पर नींद भी नहीं आता, नींद देता नहीं, आता नहीं, ऐसा शरीर पीड़ित में रहा. ഈ മനുഷ്യന് നിരവധി സമയം പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. बहुत सारे दिनों में उन्होंने
भूखे रहना पड़ा, എനിക്ക് ശീതം തണുപ്പ് അനുഭവിക്കേണ്ടി വന്നു. ठंडापन में रहना पड़ा. അതെ, ശരിയായ രീതിയിൽ വസ്ത്രങ്ങൾ പുതയ്ക്കുന്നതിനില്ല എങ്കിൽ, കമ്പിളി ഇല്ല എങ്കിൽ നാം വളരെയധികം കഷ്ടപ്പെടും. वो कम्बल नहीं है तो भी बहुत ठंडापन में शोक उठाना पड़ा. എന്റെ മിഷണറി യാത്രയിൽ ജാർഖണ്ഡിലേക്ക് യാത്ര ചെയ്തതായ ഒരു സന്ദർഭം ഞാൻ ഓർക്കുകയത്രേ ചെയ്യുന്നത്. परमेश्वर के दास ने सेवकाई के लिए झारखंड की ओर गया. ये समय में सहजना एक बात याद में आया. വൈകുന്നേരം തിരിച്ചതായ വണ്ടി ഏകദേശം ഒരു അർദ്ധരാത്രി ആയപ്പോഴേക്കും ഒരു പാലത്തിൽ കുടുങ്ങിപ്പോയി. परमेश्वर के दास ने यात्रा किया, जो गाड़ी अर्धरात्रि में एक और पुल पर झड़ गया. എന്നാൽ അത് സാധാരണ വസ്ത്രമാണ് ധരിച്ചിരുന്നത്, കമ്പിളി വസ്ത്രങ്ങളൊക്കെയും അത് ബാഗിലായിപ്പോയി. और साधारण वस्त्र पहना, कंबल है और अच्छे वस्त्र है, लेकिन वो पेटी के अंदर है. അതെ, ആ ട്രാഫിക് കുരുക്ക് അവസാനിക്കുന്നതിന് അനേകം മണിക്കൂറുകൾ ആ പാലത്തില് അത് വാഹനത്തിൽ കഴിയേണ്ടി വന്നു. वो ट्रैफिक में फंस गया है, बहुत गंदा, और वो पुल पर ऐसा विश्राम किया. അതികഠിനമായ ശൈത്യം എന്താണെന്ന് അന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. इतनी ठंडापन मनुष्य ने सहते हैं, उसी रात मुझे सहना पड़ा. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അത്തരം സന്ദർഭങ്ങൾ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. प्रेरित पौलुस को ऐसी प्रकार की कई समय सहजने के लिए रास्ता हुई. പലപ്പോഴും തനിക്ക് വസ്ത്രം അപര്യാപ്തമായിരുന്നു. और वस्त्र कभी भी उनको मिला भी नहीं थे. അത് എല്ലാറ്റിലും ഉപരിയായിട്ട് സഭകളെ കുറിച്ചുള്ളതായ ചിന്താഭാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. सबसे सब बात सहज रहते हैं, लेकिन कलीसियों की चिंता प्रतिदिन मुझे दबाती है. താനിവിടെ പ്രഖ്യാപിക്കത്രേ, താൻ ബലഹീനനായിരുന്നു എങ്കിലും ബലഹീനനാകാതെ ഇരിക്കുന്നു. प्रेरित पौलुस ने इतने कष्ट शोक सहजने के समय भी उन्होंने बलहीन दुर्बलता में है, फिर भी उन्होंने सामर्थ्य शक्ति में थे. വിശ്വാസത്തിൽ ഇടറിപ്പോകുവാനുള്ളതായ അല്ലെങ്കിൽ പിന്മാറിപ്പോകുന്നുള്ളതായ നിരവധി അവസരങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിലും താൻ അഴലാതെ സന്തോഷത്തോടെ വിശ്വാസത്തിൽ തുടർന്നു. और प्रेरित पौलुस विश्वास से पीछे हटने के लिए बहुत परीक्षा उन पर आया, क्लेश में गिरा. विश्वास त्याग करने के लिए अवसर है, लेकिन विश्वास त्याग नहीं किया. പൗലോസ് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്, ഈ കഷ്ടങ്ങൾ വരുമ്പോൾ അത് നാം നശിച്ച് പോകുവാൻ ദൈവം അനുവദിക്കയില്ല എന്നത്രേ. प्रेरित पौलुस स्मरण दिलाता है, याद दिलाता है, ऐसा पीड़ा दुख शोक हमारे में आते हैं, लेकिन मसीह ने हमें त्याग नहीं करते हैं. അതികഠിനമായിട്ടുള്ളതായ ശോധനകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ഉള്ളിൽ ഒരു ദൈവത്തോട് ഒരു നീരസം പുലർത്തുവാൻ പാടില്ല. നാം കൈപ്പേറിയ അനുഭവത്തിലേക്ക് ആയിത്തീരുവാൻ പാടില്ല. और हमारा जिंदगी में ऐसा शोधना प्रश्न आता है, हमारा विश्वास जीवन त्याग ना करे, आगे बढ़े. നമ്മുടെ ജീവിതത്തില് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നാം വിശ്വാസത്യാഗം നടത്തരുത്. हमारा जिंदगी में प्रश्न आता है, विश्वास त्याग ना करे. നാം കാണപ്പെടാത്ത കാര്യങ്ങളിലേക്ക് വിശ്വാസത്തോടുകൂടി വിശ്വാസ കണ്ണുകൊണ്ട് നോക്കുകയാണ് എങ്കിൽ ഈ കഷ്ടങ്ങൾ അത് സാരമില്ല എന്ന് എണ്ണുവാൻ നമുക്ക് കഴിയും. अंधेरी आंख से हम जीवन में ऐसी प्रकार के प्रश्न आते हैं, लेकिन हमारे हृदय की ज्योति फैलाएगा तो वो प्रश्न हमारे सामने कुछ भी नहीं है. അദ്ദേഹം പറയുന്നത്, അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നത് കൊണ്ടത്രേ തനിക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിഞ്ഞത് എന്നത്രേ. इधर प्रेरित पौलुस ने ये बात हमारे लिए बताता है, भीतरी मनुष्य हमारे दिनम प्रति शक्ति सामर्थ्य पाएगा तो
हम विश्वास में अटल रहेंगे। എല്ലാ ദിവസവും പ്രഭാതത്തിലുള്ളതായ ഈ മന്ന, ഈ ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മുടെ അകത്തെ മനുഷ്യൻ അത് ഒന്നുകൂടി ചാർജ് ചെയ്യുവാൻ തക്കവണ്ണം ഉള്ളതായ ഒരു മുഖാന്തരം അത്രേ. मानो के हम दिनम प्रति ये प्लेटफॉर्म में आकर प्रार्थना, गीत, वचन ध्यान करते हैं, इसमें से हमारा भीतरिक मनुष्यत्व प्रबल हो जाते हैं। അദ്ദേഹം പറയുന്നത് നാം ഇന്ന് അനുഭവിക്കുന്നതായ ഈ മുമ്പ് വിവരിച്ചതായ ആ പ്രതികൂലങ്ങളൊക്കെ എന്ന് പറയുന്നത് അത് നൊടി നേരത്തേക്ക് മാത്രമുള്ളതാണ്, ക്ഷണികമെന്നത്രേ. और हम 25 प्रकार की पौलुस सजा हुआ क्लेश के बारे में हम दूसरा कोरिन्थियों में हम अनन किया। ये सब बात हम समझते हैं। प्रेरित पौलुस ने कहते हैं ये सारे क्लेश क्षण भर समय के लिए है। അതെ, നമ്മളുടേതായ ലഘുവായ കഷ്ടം അത്യന്തം അനവധി ഈ തേജസ്സിന്റെ നിത്യഘനം നമുക്ക് കിട്ടുവാൻ മുഖാന്തരമായി തീരും. हमारे में ऐसे क्लेश सहजते हैं, क्षण भर समय के लिए है। हम भगदाय से अनुग्रह की भागी बनने के लिए जो बात कारण हो जाता है। അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തില് നേരിടേണ്ടി വന്നതായ ഈ വെല്ലുവിളികളൊക്കെയും തന്നെ ഒരു ഷോർട്ട് സൈറ്റഡ് ആയിട്ടുള്ളതായ ഒരു കാഴ്ചയല്ല എനിക്ക് ഉണ്ടായിരുന്നത്. താൻ ദീർഘവീക്ഷണത്തോടുകൂടി വരുവാനുള്ള ലോകത്തിലുള്ളതായ ആ അവർണ്ണനീയമായിട്ടുള്ളതായ ആ സന്തോഷത്തെ കുറിച്ചത്രേ താൻ ധ്യാനിക്കുന്നത്. ये पौलुस ने शोक के बीच में, कष्ट के बीच में गुजरते हैं, लेकिन ये बात स्मरण किया, उन्होंने एक दीर्घ दृष्टि है, इसके बाद आगे की फलदायी की कारण है वो देखते हुए संकट सहज लेते हैं. അതെ, ഒരു നാൾ പ്രിയന്റെ സന്നിധിയില് അത് വാനമേഘത്തില് വിശുദ്ധിയോടുകൂടി നാമും എത്തിച്ചേരുവാൻ പോവുകയത്രേ ചെയ്യുന്നത്. मानो के यही बात है, हम कष्ट सहजते हैं, एक दिन हमारा शोक कष्ट त्याग होकर हमारा मसीह की ओर जाने के दिन हमारे लिए निकट है. അതുകൊണ്ട് നാം അനുഭവിക്കുന്നതായ യാതനകള്, പീഡനങ്ങള്, ഇതൊക്കെയും തന്നെ നമ്മിൽ ഒരു വലിയ കാര്യം ചെയ്യുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, തേജസ്സിന്റെ അനവധിയായ തേജസ്സിന്റെ നിത്യഘനം നമുക്ക് കിട്ടുവാൻ മുഖാന്തരമായി തീരും. क्योंकि देखी हुई वस्तुओं थोड़ी ही दिन की है, परंतु अनदेखी वस्तु सदा बनी रहती है. അതെ, അതുകൊണ്ട് അത് വരുവാനുള്ള ലോകത്തിൽ നാം അനുഭവിക്കുവാൻ പോകുന്നതായ ആ മഹത്വം ഓർക്കുമ്പോൾ അത് ഇന്നുള്ളതായ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പൗലൂസ് നനച്ചിരിക്കുന്നു. हमारा जिंदगी में ऐसी शोक समझते हैं, लेकिन आनंदकाल की वरदान हम पाने के लिए तैयारी है. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് നാം ക്രിസ്തുവിനോടുകൂടി കഷ്ടം അനുഭവിച്ചാൽ അവനോടുകൂടി വാഴും എന്നത്രേ. बाइबल हमें यही सिखाते हैं, और भूमि पर मसीह का साथ इतने कष्ट सहजेगा तो अनंतकाल के जीवन हमारे लिए बाकी है. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിരവധി കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ അത് നിത്യ തേജസ് അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അത്രേ ചെയ്യുന്നത്. हाँ, एक विश्वासी के जीवन में शोक भोगना पड़ते हैं, जितना भोगते हैं इतने आनंद जीवन की अनुग्रह के लिए है. ആ നിത്യ മഹത്വത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങൾ സാരമില്ല, നിസ്സാരമെന്ന് നമുക്ക് അറിയുവാൻ കഴിയും. हम भूमि पर इतने कष्ट भोगते हैं, इसकी भले यही है आनंदकाल की जीवन. എന്നാൽ വിശ്വാസികളുടേതായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവര് ഈ വരുവാനുള്ള ലോകത്തിൽ അനുഭവിക്കാൻ പോകുന്നതായ തേജസ്സിന്റെ നിത്യഘനത്തെ കുറിച്ച് അധികമൊന്നും ചിന്തിക്കാറില്ല. हमारे विश्वासियों की यही बात है, विश्वास में आया कष्ट सहजा है, सहजते हैं, लेकिन आनंद काल में हमारा
भावी क्या होता है उसके बारे में सोच विचार नहीं करते हैं। ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകുമ്പോൾ, നാനാവിധമായ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ, അതൊക്കെ ഇങ്ങനെ നമുക്ക് പറയുവാൻ കഴിയും, ഒരു മനോഹരമായ രൂപം കൊത്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ശില്പിയും തൻ്റെ ഹാമർ ഉപയോഗിച്ചിട്ട് എന്താ പറയുന്നത്, ആ മാർബിളിനെ കൊത്തി അതിൻ്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയും അടർത്തി കളഞ്ഞിട്ട് മനോഹരമായ ഒരു ശില്പം ഉണ്ടാക്കുന്നത് പോലെ അത്രേ. एक व्यक्ति एक मार्बल से पत्थर से खोदते हैं, धोड़ी मारकर खोदते हैं, इसकी मन में क्या रूप बनाने का है। जो पत्थर में खोदा जाते हैं और इसी प्रकार है हमारा विश्वास जीवन मसीह के सामने। നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുവിൻ്റെയും തേജസ്സുള്ള മുഖം നമ്മിൽ റിഫ്ലക്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം, പ്രതിഫലിപ്പിക്കുവാൻ തക്കവണ്ണം രാജശില്പിയായ ദൈവം നമ്മെ ഓരോരുത്തരെയും പണിതുകൊണ്ടിരിക്കുക അത്ര ചെയ്യുന്നത്. मानो के हमारे विश्वास जीवन में ऐसी प्रकार की राजा महान जो शिल्पी वो कलाकार ने खोदा जाता है और हमें परमेश्वर के सामने खड़ा करने के लिए। അതെ, ക്രിസ്തുവിൻ്റെതായ സാദൃശ്യത്തിൽ നമ്മെ ഓരോരുത്തരെ ആക്കി തീർക്കുമ്പോൾ ആ പ്രക്രിയയിൽ ചിലപ്പോഴൊക്കെ ചില വേദനകള് നമുക്ക് അതിലൂടെ കടന്നു പോകേണ്ടി വരുമായിരിക്കും. मसीह के साथ रहने देने के लिए हमारे यहाँ पर शुद्ध पवित्र करते हैं, तब कुछ वेदना सहजना भी पड़ते हैं. 138 സങ്കീർത്തനം 7-8 വാക്യങ്ങൾ. और 138वां भजन संहिता 7 और 8वां पद में यही दिया है. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ये कष्ट की और वेदना में गुजरना पड़ते भी तूने मुझे को झिलाएंगे. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും. हे यहोवा मेरे लिए सब कुछ पूरा करना करेगा. हे यहोवा तेरी करुणा सदा की है, तू अपने हाथों के कार्य के त्याग ना दे. നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. तेरी दाहिने हाथ हमें उद्धार देंगे. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. यहोवा तूने और अंतिम तक तेरी कार्य हमारे लिए किया करेगा. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കുന്നു. इब्रानियों की पत्री 2 अध्याय और 9 और 10वां पद में അവിടെ നാം വായിക്കുന്നത് അതാണ്, യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സകലത്തിനും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നതിന് യുക്തമായി ആയിരുന്നു. योगी में क्लेश खाने पीने की वस्तुओं और फांदी की स्थान विधि के आधार पर शारीरिक नियम है जो सुधार ले समय तक के लिए नियुक्त किया जाएगा. നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ, നമ്മുടെ രക്ഷാനായകനായ യേശു ക്രിസ്തുവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് അതിന് ദൈവം തയ്യാറായി. हमारा उद्धारक हमारे ऊपर जय जयकार करने के लिए जय किया हुआ जो मसीह हमको रक्षा कर प्रभु के सामने खड़ा करने के लिए उद्धारक ने बहुत क्लेश सहजना पड़ा है. യേശു ദൈവപുത്രനായ യേശുവിനെ സംബന്ധിച്ചോളം എന്തിനാണ് ഇനിയും അത് പെർഫെക്റ്റ് ആക്കുവാൻ വേണ്ട ആവശ്യമെന്ന് നമുക്ക് ചിന്തിക്കാം. और मसीह ने ऐसे उद्धारक है, बहुत सारे क्लेश भोगते हैं, हमारा उद्धार के लिए है. അതെ, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നതായ സകല കഷ്ടനഷ്ടങ്ങളിലൂടെയും വേദനകളിലൂടെയും ഏകാന്തതകളിലൂടെയും അപമാനങ്ങളിലൂടെയും യേശുവിനെ കടത്തിവിട്ടു. हम जिंदगी में जीवित है, मसीह में विश्वास भरोसा रखा है. हम समझते हैं कई प्रकार की क्लेश शोक जो मसीह के शरीर में अपनाया
और शोक से आगे गुजरना पड़ता है। ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ ജീവിക്കുന്നതായ ഒരു മനുഷ്യൻ കടന്നു പോകുന്നതായ ആ കഷ്ടതകളിലൂടെ പൂർണ്ണമായിട്ടും യേശുവിനെ കടന്നുപോയി അവനെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിയുവാൻ തക്കവണ്ണം നമ്മളോട് സഹതാപം കാണിപ്പാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവനാക്കി തീർക്കുന്നതിന് വേണ്ടിയും ഈ ക്രൂശ് മരണത്തിന്റെ അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടു. एक विश्वासी जो क्लेश कष्ट शोक भोगते हैं, जो सारे भोग में मसीह भी हमारा वेदना दुख क्लेश निराशा निंदा सब कुछ अपना शरीर में लेकर क्रूस पर चढ़ाया है। പാപം നിമിത്തം ദൈവക്രോധം നമ്മുടെ മേൽ വരുന്നതിന് പകരം ക്രിസ്തുവിന്റെ മേൽ അയക്കുകയത്രേ ദൈവം ചെയ്തത്. पाप की गुणा पाप की अपराध हम किया है, उसका गुणा हमारे पर आने का है। उसका क्रोध की चक्की में आग की चक्की में हमें डालकर गिराने की बदले हमारा मसीह के ऊपर सारे अपराध क्रोध यहोवा परमेश्वर ने डाल दिया है। ക്രൂശമരണം എന്ന് പറയുന്നത് അതികഠിനമായ ഒരു അവസ്ഥയത്രേ. അത് വരുന്നതിന് മുമ്പായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുവിനെന്ന്. क्रूसारोहण मामूली बात नहीं है, वो इतना पीड़ा देता है, पीड़ित होता है, लेकिन समझने की शक्ति मुझे मिलने के लिए यीशु ने शिष्यों को कहा, मेरे लिए जागते हुए प्रार्थना करो। എന്നാൽ ആ യേശുവിന്റെ ആ പ്രാർത്ഥന ദൈവം നിരസിച്ചു. लेकिन ये मसीह ने प्रार्थना किया, जो प्रार्थना इन यहोवा परमेश्वर ने इनकार किया। എന്റെ ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു എങ്കിലും നമ്മിൽ പലരെയും പോലെ ഈ പ്രാർത്ഥന അത്ര സീരിയസ് ആയിട്ട് ഗൗരവമായ വിഷയമാണ് അവർക്ക് അഭിമുഖീകരിക്കേണ്ടെങ്കിലും അവരതെല്ലാം നിസ്സാരമായി കണക്കാക്കിക്കൊണ്ട് കിടന്ന് ഉറങ്ങുകയത്ര ചെയ്തത്. इतनी गंभीर गौरव शब्द था, बात था, शिष्यों से मसीह ने कहा, लेकिन मसीह शिष्यों ने उदासी होकर सोना पड़ा है। അതെ, ഇന്ന് ദൈവസഭ അനുഭവിക്കുന്നതായ യാതനകളും അതുപോലെ പെർസിക്യൂഷനും ഒക്കെ നോക്കുമ്പോൾ അതെ, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരാ, നാം ശക്തിയോടുകൂടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള സമയം അത്രേ ഇത്. मानो आजकल दिनों में आगे आते हैं जो वेदना कष्ट संकट है हमारे में आते हैं, हम उसके ध्यान से आनंद से स्वीकार करने के लिए तैयारी के साथ आगे बढ़े। അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടാകുന്നതായ കഷ്ടങ്ങളും പീഡനങ്ങളും ശോധനകളും ഒക്കെയും തന്നെ അവര് അത് നിത്യ തേജസ്സുള്ളതായ ഒരവസ്ഥയിലേക്ക് ആക്കി തീർക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി തീരുവാൻ തക്കവണ്ണം ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലാക്കി തീർക്കുന്നതിന് ദൈവം അനുവദിക്കുന്നത് ചില മുഖാന്തരങ്ങൾ മാത്രമത്രേ. मसीह की मनभावना के आधार पर हमें ले जाने के लिए मसीह ने कष्ट सहजा, इसी प्रकार वो कष्ट हमारा जीवन में भी सहजते हुए विश्वास से योग्य रहने के लिए प्रभु की बुलाहट हमारे ओर दिया है। അതുകൊണ്ട് ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഗനം നമുക്ക് കിട്ടുവാൻ ഇടയായിത്തീരും. हमारे में छोटा सा थोड़ा सा इतने कष्ट हमारे में दिया आता है, बहुत सारे भल लाने के लिए ये शोक दिया जाता है. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ये वचनों से प्रभु परमेश्वर हम सबों को आशीष अनुग्रह दिया दे. आमेन.